വയനാട്ടിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പനമരം നീർവാരം അമ്മാനിയിലാണ് ഈ സംഭവം. ഷോക്കേറ്റ് ചെരിഞ്ഞു എന്നാണ് സംശയം. ആന നിരന്തരമായി കാട്ടുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ദാസനക്കര മുതൽ ചെക്കട്ടൂരിലെ ട്രെഞ്ച് നികത്തിയിട്ട് റെയിൽവേ പെൻഷൻ ഇടാൻ വേണ്ടിയിട്ടാണ്. അത് 6 മാസമായിട്ട് അത് ട്രെഞ്ച് നികർന്ന് കിടക്കുകയാണ്. അത് ഇതുവരെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തുനിന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. അതുകൊണ്ടാണ് ആന കൂട്ടമായി ഈ ഭാഗത്തുനിന്ന് വരുന്നത്. അത് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തെ MLA-യോടും സംസ്ഥാന സർക്കാരോടും നമ്മൾ അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ല KSEB അവരുടെ ലൈൻ അപ്പുറം 100 മീറ്റർ നിങ്ങൾ താഴെ പോയി നോക്കി 10 അടി ഹൈറ്റിലാണ് അവരുടെ ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആന അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ തലയ്ക്ക് തട്ടും അത് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് അനാസ്ഥ കാരണമാണ് ആന ഇങ്ങനെ സംഭവിക്കാൻ കാരണം. വയനാട് നിന്ന് കമൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, വനം വകുപ്പ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ആര്യ, അതായത് കാട്ടാന സ്ഥിരമായി ഇറങ്ങുന്ന പ്രദേശങ്ങളാണ് ഈ അമ്മാനി, നീർവാരം തുടങ്ങിയ മേഖലകൾ. ആളുകളുടെ പ്രതികരണത്തിൽ പറയുന്നത് പോലെ ഈ ഭാഗത്തേക്ക് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ ടെൻഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നടപടികൾ ഇഴയുകയാണ്. അത് സ്ഥാപിക്കാനായി ഉണ്ടായിരുന്ന ട്രെഞ്ച് നികത്തിയതായും നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് സ്ഥിരമായി ആനകൾ തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. അത്തരത്തിൽ ഇന്നലെ രാത്രി ഈ പ്രദേശത്തെ ഒരു സ്വകാര്യ തോട്ടത്തിലെത്തിയ ആന ഈ തെങ്ങ് കുത്തി മറച്ചിടുകയായിരുന്നു. തെങ്ങ് വൈദ്യുതി ലൈനിൽ തട്ടിയപ്പോഴാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. അങ്ങനെയാണ് ആന ചെരിഞ്ഞത് എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാനാകുന്നത്. ആനയുടെ ജഡം ഈ തോട്ടത്തിൽ തന്നെ കിടക്കുകയാണ്. വീടിനോട് വളരെ ചേർന്നാണ് ആനയുടെ ജഡം കിടക്കുന്നത്. വീട്ടുകാർ രാവിലെ കറണ്ട് ഇല്ലാതെ നോക്കിയപ്പോൾ ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ പിന്നീട് നോക്കിയപ്പോഴാണ് ഈ ആനയുടെ ജഡവും കണ്ടെത്തിയത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആനയുടെ ജഡം കൊണ്ടുപോകാൻ ലോറി എത്തിക്കഴിഞ്ഞു. ട്രെയിൻ എത്താനായി ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. ട്രെയിൻ എത്തിയാൽ ഇവിടെ നിന്ന് ആനയുടെ ജഡം കാട്ടിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ.